വന്നു. വേണ്ട വാസു, അവക്കൊന്നും കൊടുക്കണ്ട. എണ്ണ തേക്കാൻ സമ്മതിക്കാത്തതിന് മാറ്റി നിർത്തിയിരിക്കുക. ചോറും കഞ്ഞിയും കൊടുക്കില്ല. നേരാണോ മോളെ? എങ്കിൽ എന്റെ കുഞ്ഞുമോക്ക് ഞാൻ കൊടുക്കാലോ. മോടെ അപ്പം വന്നോ? അകത്തുണ്ട്. എടാ, എന്നെ ചുറ്റിക്കാൻ പറ്റിട്ട് നീ ഇവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങ. വയറ് കത്തിയപ്പോ ഒന്നുമില്ലേ? കൊഞ്ചൊളിച്ചു വെച്ചില്ല. നിങ്ങൾ കടിപിടി കൂടണ്ട. ഇവിടെ ഉണ്ടല്ലോ ഇനി. എന്നാ പോ എടുത്തോ. ആഹാ, ഒരു പ്ലേറ്റ് എടുത്തോ. മുടിഞ്ഞു പോകാനെ കൊണ്ട് അതുകൂടെ നീ എന്തിനാ എത്ര കൊതി? ഇടി ഇതുപോലത്തെ കൊഞ്ച് എപ്പോഴും കിട്ടുവടി. ഇവൻ വന്ന് കേറുന്നതിന് മുമ്പ് തീർക്കണമെന്ന് വിചാരിച്ചതാ. തീർന്ന്. വാസിച്ചാൻ എന്നെ സിനിമയ്ക്ക് കൊണ്ടാന്ന് പറഞ്ഞിട്ട് എപ്പോഴാ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ആ, അന്ന് അപ്പൻ കള്ളു കുടിച്ചിട്ട് പാട്ട് പാടിയില്ലേ? അപ്പോ ശരിയാ. എടാ, നമുക്ക് എല്ലാവരും കൂടെ മോളെ കൊണ്ട് സിനിമയ്ക്ക് പോകാം. മുതലാളി തിരക്കും. നാളെ ലേലമല്ലേ? നാളെ അല്ലേ? അല്ലേ മോളെ? എവിടായിരുന്നു അയ്യപ്പ നീ? കളത്തിലെ പയ്യനെ ചവിട്ടിക്കാൻ കൊണ്ടുപോയി. ഇപ്പൊ കറന്നു കളയാം. ഈ ഉച്ചയ്ക്കോ? വേണ്ട. വാസു, വിട്ടോ വിട്ടോ വിട്ടോ. എടാ വാസുവേ. എന്തിനാ കടം ചോദിക്കാനടാ? ചോദിക്കും. ചാത്തുനേട്ടൻ എവിടെ? രാവിലെ ഇറങ്ങി പോയതാ. 2 ദിവസമായിട്ട് ബോധമില്ലാണ്ട് കുടി തന്നെ അച്ഛന് പണി. കാപ്പിക്കുരോ? വാസുവേ, ഞാൻ ചോദിച്ച കാശ് ഒരു 500 റുപ്യ മതി. വില പറഞ്ഞു ഒപ്പിച്ചു വെച്ചതാ. ആ പയ്യനെ കൂടെ കിട്ടിയാൽ. എന്തേലും ഇല്ല മാധവിയെടുത്തി. മാധവിയെടുത്തേക്ക്. സ്പിരിറ്റിന് പോയാൻ കടത്തിയത് ഓക്കാലിപ്സാ. കമ്പിളിയാ? കൊള്ളാം. അല്ല, ഈ പോക്കെന്താ ഇത്ര താമസിച്ചത്? ചെക്ക് പോസ്റ്റിൽ ചേർക്ക് അത്ര. മോളെ, നീ ഒരു ചോറ് കൊടുക്ക. ഞാൻ ഊണ് കഴിച്ചതാ ചാക്കോടെ വീട്ടിൽ നിന്ന്. എന്റെ ഷർട്ട് കൊണ്ടെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ MLA ഉണ്ട്, അവന് കുടിക്കാൻ നിരത്തിച്ചു കൊടുക്കണം. സ്കോച്ചോ അതോ? അതൊന്നും വേണ്ടടോ, ലോക്കൽ മതി. വല്ല ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ എന്തെങ്കിലും. വഴിച്ചെലവിന്റെ കണക്കാ. മുതലാളി വന്നിട്ട് പാസ്സാക്കുന്ന സ്വാമി പറഞ്ഞു. നാളെ ലേലാണെന്ന് അറിയാലോ. നമ്മുടെ ആളുകളെയും കുട്ടി കാലത്തെയും നിങ്ങൾ അവിടെ ഉണ്ടാകണം. ഇത്തവണ ചിലർക്ക് വാശിയുണ്ടെന്ന് കേട്ടു. ആർക്കാട് കുഞ്ഞപ്പൻ ചേട്ടനെ അവര് പിടിച്ചിരിക്കുന്നത്? കുഞ്ഞപ്പൻ ചേട്ടന് ഈ ശ്രീകണ്ഠനെ നല്ലവണ്ണം അറിയാൻ സ്വാമി. എന്തു വന്നാലും ഈ റേഞ്ച് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ശ്രീകണ്ഠന്റെ കുത്തക അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. 5-8 വർഷമായി തെക്കരിൽ ഒരുത്തിനെയെങ്കിലും അവൻ ആ റേഞ്ചിലേക്ക് കടത്തിയിട്ടില്ലല്ലോ. അതവന്റെ മിടുക്കുണ്ടാവേ. ഈ കുഞ്ഞപ്പൻ ചേട്ടനല്ലേ ശ്രീകണ്ഠനെ ആളാക്കിയത്? അക്കാര്യമൊന്നും പറയണ്ട. ഞങ്ങളെ സഹായിക്കണമെന്നേ പറയുന്നുള്ളൂ. ഒന്നുമില്ലേലും നമ്മളെല്ലാം ഒരു സമുദായക്കാരല്ലേ ഏട്ടാ. സമുദായം വിട്ടേരെ. എന്നെ സഹായിച്ചിട്ടുള്ളവരും പരമാവധി ദ്രോഹിച്ചിട്ടുള്ള നാറികളും സ്വന്തം സമുദായക്കാരാ. അത് കള. പിന്നെ ശ്രീകണ്ഠനെ തോപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ അത് കൊള്ളാം. അല്ലാതെ വെറുതെ വാശിക്ക് മത്സരിച്ച 2 കൂട്ടർക്ക് നഷ്ടമേ ഉണ്ടാവൂ. ജോർജ് കുട്ടിക്കാൻ പറയുന്ന മനസ്സിലാവുന്നോ? എങ്കിൽ നിങ്ങൾ ശ്രീകണ്ഠനുമായി ഒരു സെറ്റിൽമെന്റിൽ എത്താൻ നോക്ക്. അതാ നല്ലത്. ഒത്തുതീർപ്പാണെങ്കിൽ കുഞ്ഞാപ്പൻ ചേട്ടൻ തന്നെ മുൻകൈ എടുക്കണം. ചേട്ടൻ വന്ന് പറഞ്ഞ ശ്രീകണ്ഠ അനുസരിക്കും. ഇല്ലെങ്കിലോ എന്റെ ഷാപ്പിൽ ചെത്തിയവന്റെ മാട്ടം ഞാൻ തന്നെ ചുമക്കേണ്ടി വരില്ലേ? അത് വേണ്ട. ഇനി പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് ഒരു സിനിമയ്ക്ക് ഞാനില്ല. ചുമ്മാ കാര്യത്തിലും പിടിച്ചിട്ട് വന്നേ. പിന്നെ ആണുങ്ങളുടെ തല്ലാണെങ്കിൽ ദിവസവും ഞാൻ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ രണ്ടിന്റെ. ഇന്ന് സിനിമ കണ്ടിട്ട് ആരാ കൂടുതൽ കരഞ്ഞത്? അമ്മിണിയോ ശാരദയോ? അമ്മയാ. അമ്മ എന്റെ മേലെ മൂക്ക് ചീറ്റി. നടക്കുവേ.
നിങ്ങളുടെ ഒരു വഴി എങ്ങനെ ശാരദയെ വെളിച്ചമില്ലാതെ? അതൊക്കെ അവര് പൊയ്ക്കോളും, നീ വാ. നടക്ക്. ആ തീപ്പെട്ടി നിറച്ചേ. ഏ? എന്താ ഇത്? ഇതാ ചെളി. ഞാൻ പോവാ. നീ കേറുന്നില്ലേ? അല്ല, ഞാൻ ഷാപ്പില് കഞ്ഞി കുടിച്ചിട്ട് പോടാ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ഓ, നേരവും കാലവും ഒക്കെ നോക്കാതെ അവനിവിടെ കയറി ഇറങ്ങുന്നതൊക്കെ ശരി. ചാത്തുണ്ണിയുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ മോളെ ഇങ്ങനെ പാതിരയ്ക്ക് അവന്റെ കൂടെ തനിച്ചു വിടുന്നത് എന്താടി വിട്ടാല്? ഒന്നുമില്ലേ? എടീ, 14 വയസ്സുണ്ടാവും വാസു എന്റെ കൂടെ ചേരുമ്പോ. ഞാൻ കൂടുതൽ ഒരു ഷാപ്പ് നടത്തുന്ന കാലത്ത്. കഴിഞ്ഞ പ്രതാപം ഒന്നും പറയണ്ട. പ്രതാപല്ല, എന്റെ മോളും അവനും അന്ന് തൊട്ടുള്ള കൂട്ട. അവരങ്ങനെയാ വളർന്നത്. അതന്ന്. ഇപ്പൊ ശാരദ കുഞ്ഞല്ല, പ്രായം തികഞ്ഞ പെണ്ണ. നാട്ടുകാർ വല്ലതും പറയും. എന്ത് പറയാൻ? ഹ്, എന്റെ മോളെ ഞാൻ അവനെ കെട്ടിച്ചു കൊടുക്കാനാ നിശ്ചയിച്ചത്. ഓഹോ, നിശ്ചയിച്ചോ? ആ, അതെ, നിശ്ചയിച്ചു.